ഹലോ ഗീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഗീസ് വെറൈറ്റി ആയിട്ടുള്ള ഗെയിം പ്ലേ ആണ് ഗീസ്. അപ്പോൾ BR റാങ്കിഡ് നമ്മൾ ഹീറോയ്ക്ക് ലോബി ആയിരുന്നു. അപ്പോൾ ഇതിന് ചലഞ്ച് എന്നാന്ന് വെച്ചാൽ ഗീസ് വേറെ ഒന്നുമില്ല, നമ്മൾ ഫസ്റ്റ് കിട്ടുന്ന ഗണ്ണ് വെച്ച് മാത്രം കളിക്കുക എന്നുള്ളൊരു ചലഞ്ചാണ് ഗീസ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ എന്നാലും ഫസ്റ്റ് ഏത് ഗണ്ണ് കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും. ഏതെങ്കിലും നല്ല ഗണ്ണ് കിട്ടിയാൽ മതിയായിരുന്നു. ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് കിട്ടുന്ന ഗണ്ണ് വെച്ചുള്ള കളിയാണ് ഗീസ്. അപ്പം എല്ലാവരും വീഡിയോ ഫുള്ളൊന്ന് കണ്ടിട്ട് പോകാൻ നോക്കി ഗീസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം എന്താവും ഒരു പിടിയില്ല. അപ്പോൾ നമ്മൾ നേരെ ബോക്സിംഗ് ജിമ്മി ഇറങ്ങാമെന്ന് വെച്ചിരിക്കുകയാണ് കേസ്. അപ്പോൾ ബോക്സിംഗ് ജിമ്മിലേക്ക് ചാടാന്ന് വെച്ച് അങ്ങനെ കേസ് ബോക്സിംഗ് ജിമ്മി ചാടിയിട്ട് നമ്മൾ നേരെ ഗണ്ണ് കിട്ടിയിട്ട് ബാക്കി എല്ലാത്തിനും അടിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ബൂയ അടിക്കണം, മാക്സിമം ബൂയ അടിച്ചാലേ കേസ് എന്തെങ്കിലുമൊക്കെ നടക്കത്തുള്ളൂ. അപ്പോൾ ബൂയ അടിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവരും ഫുള്ളിരുന്ന് കാണാൻ നോക്കുക അവസാനം വരെ ഇരുന്ന്. അപ്പോൾ നമ്മൾ നേരെ ബോക്സിംഗ് ജിമ്മിനോട് ഇറങ്ങുമ്പോൾ തന്നെ കേസ് മാപ്പിനകത്ത് 1-2 പേരെ കാണിച്ചായിരുന്നു, പിന്നെ കാണുന്നില്ല. ഉണ്ട് കേസ് എന്നാളും ഉണ്ടാകുമാർ. അപ്പോൾ എന്നാളും അവന്മാരെ 2 പേരെ കൊല്ലാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലതായിരിക്കും. ഇല്ല MP40 കിട്ടണം, പിന്നെ ഉണ്ട് ഷോർട്ട് റേഞ്ച് റഷ് ചെയ്ത് അങ്ങ് അടിക്കാൻ പറ്റും. അപ്പോൾ എന്നാളും നോക്കി നോക്കാം. അല്ലെങ്കിൽ ഓഗ് കിട്ടിയാലും മതിയായിരുന്നു. ഓഗാണെങ്കിൽ ലോങ് പഠിക്കാം, ഷോർട്ട് പഠിക്കാം. അപ്പോൾ കേസ് നമ്മൾ നേരെ വന്നപ്പോൾ കേസ് ഗണ്ണൊന്നും കാണില്ല. നോക്കാൻ കേസ് ഒരു സ്കാർ കിടക്കണം. അപ്പോൾ സ്കാർ കുഴപ്പമില്ല കേസ്, സ്കാർ എന്നാൾ ഷോർട്ട് പഠിക്കാൻ ലോങ് പഠിക്കാം. അപ്പം രണ്ടാമത് കിട്ടുന്ന ഗണ്ണെന്നാൾ നമ്മൾ എടുക്കാൻ നോക്കുന്നില്ല കേസ്. അപ്പം വേറെ അവിടെ UMP ഒക്കെ കിടപ്പുണ്ടായിരുന്നു. നമ്മൾ പിന്നെ എടുത്തിട്ട് നേരെ അത് മാറ്റണം എന്നാളും. അപ്പം എന്നാൾ ഒരു സ്കോർ കൂടി കിട്ടണം, അതങ്ങ് എടുക്കണം. ഇല്ലെങ്കിൽ UMP ഇപ്പോൾ കളഞ്ഞേക്കാം. അത് കളയാന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ കേസ് എന്തോ സൗണ്ടൊക്കെ കേൾക്കുന്നു കേസ്. അപ്പം നോക്കാറും കേസ് പുറകെ ദൈവത്തുമ്പോൾ നിൽക്കണം. ഇപ്പോൾ അവനാണ് നമ്മൾ അടിക്കുന്നൊന്നുമില്ല. നോക്കാറും നമ്മൾ ചാടിച്ച് നേരെ നെക്കി പിടിച്ച് അവനെ കൊന്നിട്ടുണ്ട് കേസ്. അപ്പം അവനെ കൊന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തന്നെ UMP അങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്കാർ കൂടി കിട്ടുവാണെങ്കിൽ അതും കൂടി അങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും കേസ്. അപ്പം എന്നാളും നമ്മൾ നോക്കാം. അപ്പോൾ കേസ് നമുക്ക് എന്നാളും ഇതുപോലത്തെ ഫുൾ വീഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ട് കേസ്. അപ്പോൾ എന്നാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എന്നാളും ഫുൾ വീഡിയോ ആയിട്ട് പവറാക്കുന്നതാണ്. അപ്പോൾ കേസ് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇതുപോലത്തെ വീഡിയോ ഇനി വേണമെങ്കിൽ കേസ് അതുകൂടി ഒന്ന് കമൻറ്റ് ഇട്ടേക്കാം. അപ്പോൾ കേസ് ചാനൽ കണ്ടിട്ട് സബ് ചെയ്യാത്ത എല്ലാവരും സബ് ചെയ്ത് വെച്ചേക്കാം. അപ്പം എന്നാലും നമുക്ക് നോക്കാം ഈ കളി ജയിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ കേസ് നമ്മൾ ഇവിടെ നിന്ന് എന്നാലും കുറച്ച് ലൂട്ടൊക്കെ പെറുക്കിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചിരിക്കുകയാണ് കേസ്. നമ്മളങ്ങനെ നൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നേരെ പൊക്കൊണ്ടിരുന്ന കേസ് പുറകിൽ നിന്ന് ഒരുത്തം വന്ന് അടിച്ച് കൊന്നു കേസ്. എന്തുവാടെ ഇത് ഇവനൊക്കെ എവിടെ നിന്ന് കയറി വന്നൊരു പിടിയില്ല കേസ്. അപ്പോൾ ഇപ്പം എന്തോ പറഞ്ഞിറങ്ങി എന്നാലും നമ്മൾ ഇവിടെ തന്നെ ഇറങ്ങി അവനെ കൊല്ലാണ് കേസ് പ്ലാൻ. അപ്പോൾ അവനെ എങ്ങനെയും കൊന്നിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് പറഞ്ഞിറങ്ങിയത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കേസ് നോക്കാറ് അവനാണെങ്കിൽ പോകുന്ന കേസ്, അവനെല്ലാം തോന്നുന്നു വേറൊരുത്തന്നെ കേസ്. അപ്പം എന്നാൾ ഇവിടെ ഉണ്ട് എന്നാൾ ഒരുത്തൻ. അപ്പോൾ അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ. ആദ്യം ഒരു തോക്ക് നമ്മൾ സ്കാർ തന്നെ എടുക്കണം. വേറെ ഈ തോക്കിനൊന്നും കളിച്ചിട്ടൊരു കാര്യമില്ല, നമ്മുടെ ചലഞ്ച് ഫ്ലോപ്പായി പോകും. അപ്പോൾ കേസ് എന്നാൾ നമ്മൾ ഈ തോക്കെല്ലാം കളയണം. ഇനിയിപ്പം നമുക്ക് സ്കാർ കിട്ടിയെങ്കിലേ കാര്യമുള്ളൂ. നമ്മുടെ പെട്ടി തന്നെ പോയി നമുക്ക് ലൂട്ടാൻ കേസ്. അപ്പം എന്നാൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ പെട്ടിക്കകത്ത് ഒരു സ്കാർ കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന കേസ്. ഇവിടെ ഒന്നുമില്ല, വടിച്ച് നോക്കിക്കൊണ്ട് പോയി കേസ്. അപ്പം എന്നാ കേസ് മറ്റേ പെട്ടി. അപ്പോൾ കേസ് നോക്കാറുണ്ട് കേസ് നമ്മൾ നേരെ ചാടി ചെന്നപ്പോൾ കേസ് അതിനകത്ത് എന്തൊക്കെയുണ്ട് കേസ്, സ്കാർ കിടപ്പുണ്ട്, 2 സ്കാറും കിടപ്പുണ്ട്. അപ്പോൾ അതെന്നാളും എടുത്തിട്ടുണ്ട് കേസ്. അപ്പം എന്നാളും തോക്ക് സെറ്റായിട്ടുണ്ട്. തോക്കിന് ഇനി അടിച്ച് വന്നാൽ മതിയല്ല അതിന്. അപ്പോൾ കേസ് എന്നാളും ഡാമേജ് കിട്ടിയത് നമ്മൾ നേരെ മെഡിക്കറ്റ് അടിച്ചിട്ട് നേരെ അടിക്കാമെന്ന് വെച്ച് കേസ്. അല്ലെങ്കിൽ ചത്തിട്ട് വെറുതെ ചലഞ്ച് കളയണേ. അപ്പോൾ കേസ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ മെഡിക്കറ്റൊക്കെ അടിച്ച് ഇവിടെ വന്നപ്പോൾ കേസ് ഇവിടെ ആയിട്ടെടുത്തും ചാടി ഓടി പോണ്. അപ്പോൾ അവനെങ്ങനെയും കൊന്നിട്ട് കാര്യമുള്ളൂ. അവിടെ ഉള്ളവന്മാരെല്ലാം അവന്മാർ കൊന്നായിരുന്നു കേസ്. അതാ പിന്നെ അവിടെ കാണിക്കാൻ ഞാൻ അപ്പം ഓടിച്ചു വിട്ടത് വീഡിയോ. അപ്പോൾ കേസ് ഇവിടെ നമ്മൾ ടോക്കണൊക്കെ ഉണ്ട്, എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ സോളോ ആണ് കളിക്കണം. പിന്നെ അതായത് അപ്ഗ്രേഡ് ചെയ്താന്ന് വെച്ച് കേസ്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് വെസ്റ്റ് അപ്ഗ്രേഡ് ആയിക്കോളും. അപ്പോൾ എന്നാലും ചാടി ചെന്ന് ഇവിടെ നിൽക്കാനും കേസ് അവനാണ് അവിടെ ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ. അപ്പോൾ എവിടെയാണെന്ന് ശരിക്കും അറിഞ്ഞുകൂടാ. നോക്കാനും കേസ് എനിക്കാണ് എവിടെയോ അവനെന്തോ ചാടി കയറുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ എവിടെയാണെന്നൊരു പിടിയില്ല. ആ വീടിൻ്റെ മണ്ടക്കോട്ട് വല്ല ആയിരിക്കും മിക്കവാറും. അപ്പോൾ കേസ് നോക്കാറുണ്ട് അടിച്ച് കേസ്. അപ്പോൾ അവൻ ആ ജനലിൻ്റെ ഇടയ്ക്ക് കയറി നിൽക്കുന്നു കേസ് ഇതൊക്കെ ഇട്ട്. അപ്പം മണ്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഒരു ദയനീയമാണ് കേസ്. അപ്പം ആ പൊട്ടനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയി കേസ്. എന്നാളും ആ കില്ലങ്ങ് ഫിനിഷ് ആക്കാൻ പറ്റി അതുകൊണ്ട്. അപ്പോൾ കേസ് അവനെ എന്നാളും നെക്കി പിടിച്ചാൽ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്നാളും അവൻ്റെ ലൂട്ട് അടിക്കാൻ പോകും. ചാടി ഓടിച്ചെന്ന് അവൻ്റെ ലൂട്ട് മൊത്തം പെറുക്കിയെടുക്കും കേസ്. അപ്പോൾ എന്നാളും നമ്മൾ ചാടി ഓടിച്ചെന്നപ്പോൾ കേസ് ലാൻഡ് മൈൻ വെച്ചേക്കണം, എന്തോ ഭാഗ്യത്തിന് ചത്തില്ല. അപ്പോൾ കേസ് ഇപ്പം തന്നെ ഈ ചാലഞ്ച് എല്ലാം ഫ്ലോപ്പായിട്ട് ഇപ്പം തന്നെ പെട്ടിയും പെറുക്കി ഇത് പോകുമായിരുന്നു കേസ്. എന്നാളും നമ്മൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ആ ഷീൽഡ് പോയിൻ്റ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് ലൈഫ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ നേരെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ചത്തുപോയനെ. അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് കേസ് എനിമീനൊന്നും കാണാനായിട്ട്. അപ്പം ഈ സ്കേറ്റ് ബോർഡ് ഒന്ന് മാറ്റുമായിരുന്നു, ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു കേസ്. അപ്പം പിന്നെന്ന് വെച്ചാൽ ഒരു ഉപകാരം എന്ന് പറയുമ്പോൾ ഇതുപോലെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം, പെട്ടെന്ന് എല്ലാം പറ്റും. അപ്പോൾ ഇത് വേറെയാണ് എനിമീനെ അടിക്കാൻ നേരം ഭയങ്കര ഷോക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കേസ് ഒന്ന് കമൻറ്റ് ഇടുക. ഈ സ്കേറ്റ് ബോർഡ് ഇഷ്ടമാണോ അതോ ഇഷ്ടമല്ലേ എന്നൊന്ന് കമൻറ്റ് ഇടുക കേസ്. അപ്പം എന്നാൾ നമ്മൾ മറ്റവനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ കേസ് പുറകിലെടുത്തേ. അപ്പോൾ അവന്മാരെ എന്നാളും അടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ നേരെ ചാടി ഓടി ബാക്കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ അവനെ അടിക്കാൻ പോയിട്ട് ചാവണിലും ഇവിടുന്ന് 2 കുമ്മ അടിക്കുകയാണ്, അത്ര നല്ലല്ലേ. ഇപ്പോൾ തന്നെ 2 കില്ലുണ്ട്. ഇന്നാളും കുറച്ച് കില്ലെടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ വന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല, ആ സ്റ്റെപ്പ് കാണുന്നില്ല കേസ്. അപ്പോൾ അത് ഇവിടെ എടുത്ത് നിൽക്കണം. അവനെ നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത് നോക്കാറ് നമ്മുടെ സ്കാർ 2 ആക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ 2 ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റവനാണ് ചാടി ഓടി വരുമായിരുന്നു കൊല്ലായിരുന്നു. അപ്പോൾ ഈ സ്കേറ്റ് ബോർഡ് ഇട്ട് ചാടി വന്ന് പാവമുണ്ട്. അവനാണ് സ്വർഗ്ഗത്തിലേക്ക് പോയിട്ടുണ്ട്. സ്വർഗ്ഗത്തിലേക്ക് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് അവനെ. അപ്പോൾ കേസ് പുറകിൽ നിന്ന് ഒരുത്തൻ അടിക്കുന്നത്, എന്തുവാണ് ഇത്
അപ്പോൾ നമ്മൾ ചത്തെന്ന് വിചാരിച്ചു. പിന്നെ ഈ പെട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ നേരെ പൊട്ടിച്ച് ഇവിടെ നിന്ന് കേസ്. അപ്പം എന്നാലും കുറച്ച് ലൈഫ് അങ്ങ് കയറിയിട്ടുണ്ട്. മെഡടിക്കേണ്ട സമയം കിട്ടി, അല്ല സമയമല്ല, മെഡടിക്കേണ്ട ആവശ്യം വന്നില്ല. അത് കഴിഞ്ഞ് നോക്കാൻ കേസ് അവനെന്തോ കടി പിടിച്ച് എനിമിയാ കേസ്, ചാടി ഓടിയൊക്കെ വന്നു നമ്മളെ അടിക്കാൻ. അപ്പോൾ എന്നാലും അവനെ കൊന്നിട്ടേ കാര്യമുള്ളൂ, അവൻ്റെ കടി അങ്ങ് മാറ്റി കൊടുക്കണം. അപ്പോൾ കേസ് അവൻ്റെ കടി അങ്ങ് നമ്മൾ കുറച്ചങ്ങ് മാറ്റി കൊടുത്തിട്ടാണ് അവനെ നെക്കി അങ്ങ് പിടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ സ്കാർ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. വേറെ വല്ല തോക്കിക്കായിരുന്നു ഇപ്പോൾ നമ്മൾ പടമായിരുന്നു കേസ്, വല്ല കേസൊക്കെ കിട്ടുമായിരുന്നു നമ്മളിപ്പോൾ ചത്തേനെ. വൺ ടാപ്പൊന്നും അടിച്ചാൽ കയറത്ത് പോലും ഇല്ല എനിക്ക്. അപ്പോൾ ഈ എന്നാലും അവൻ്റെയൊക്കെ ലൂട്ടൊക്കെ പെറുക്കി എല്ലാം നോക്കാൻ ഇൻഹീലറൊക്കെ കുറേ കിട്ടി കേസ്. അപ്പോൾ ആ ഇൻഹീലറൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ നേരെ ഇവിടുന്ന് ലൂട്ടൊക്കെ പതുക്കെ പെറുക്കി മറ്റേ നമ്മൾ നേരത്തെ ഹിറ്റ് ലിസ്റ്റ് ഇട്ടില്ലേ അവനെ അങ്ങ് അടിക്കാമെന്ന് വെച്ച് കേസ്. അപ്പം നമ്മളെന്നാളും ഇതങ്ങ് അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് കിട്ടണ ഒരു സംഭവം കൂടി ഇട്ടിട്ട് നേരെ നമ്മൾ വണ്ടി എടുത്തങ്ങ് പോകുന്നത് കേസ്. അവനതിൻ്റെ വണ്ട ക്യാമ്പ് അടിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്നാലും ബാക്കിൽ ഇനിയും ഉണ്ട് കേസ് എനിമി. അപ്പം നമ്മൾ നേരെ ചാടി വണ്ടിയിൽ കയറി നമ്മൾ നേരെ അങ്ങ് പോവുകയാണ് കേസ്. അപ്പോൾ അവനെ അടിച്ചിട്ടേ കാര്യമുള്ളൂ. പക്ഷേ നോക്കാൻ അവനെ മണ്ടയ്ക്ക് ഇരിക്കുന്നു കേസ്. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ചാൽ ഡാമേജ് എടുത്തു. ഈ സ്കാറിനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കണമാരൊക്കെ തല അടിച്ച് പൊട്ടിക്കാൻ പറ്റും. അങ്ങനെ കേസ് അവനെയും കൊന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു വെച്ചാൽ നേരത്തെ അടി നടന്നില്ലേ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ വല്ലതും കൊല്ലാൻ പറ്റുമെന്ന് നോക്കാം കേസ്. അപ്പം ആരും പേടിക്കേണ്ട കേസ്, വണ്ടി ഓടിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ കേസ് വണ്ടി ഇടിച്ചിട്ട് നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. അപ്പോൾ കേസ് നമ്മൾ നേരെ വണ്ടി എടുത്ത് അവിടെ പറന്നടിച്ച് അവന്മാരെ കൊല്ലാമെന്ന് വെച്ച് കേസ്. അപ്പോൾ എന്നാലും വീഡിയോ കൊണ്ട് ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ എന്നാലും കേസ് അപ്പം ഇഷ്ടപ്പെട്ട സബ് ചെയ്താൽ മതി കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ നേരെ ചാടി പോയിട്ട് വണ്ടി ഓടിച്ച് നമ്മൾ നേരെ പോവുകയാണ് കേസ്. അപ്പോൾ എവിടെയെങ്കിലും ഒക്കെ എനിമീനെ കാണുമെന്ന് വിചാരിച്ച് പോകുമ്പോൾ കേസ് എനിമീനെ ഒന്നും കാണുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്, നമ്മൾ നേരെ വണ്ടി ഓടിച്ച് നേരെ എവിടെയെങ്കിലുമൊക്കെ തപ്പി നടക്കാമെന്ന് വെച്ച് കേസ് നമ്മൾ ഇങ്ങനെ തപ്പി പോവാണ് കേസ്. നോക്കാനും കേസ് അപ്പം അവിടെ നിന്ന് അടിക്കുന്ന പോലെ എനിക്ക് തോന്നി കേസ്. അപ്പോൾ നമ്മൾ നേരെ ചാടി ഇറങ്ങി കേസ് അവിടെ എനിമി ഉണ്ടായിരുന്നു. എന്നാളും അവനെ നെക്കി പിടിച്ച് കൊന്നു. ഞാൻ പറഞ്ഞില്ല കേസ് നേരത്തെ, എന്നാൽ ഈ സ്കാറിനാണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കണവന്മാരെയൊക്കെ അടിക്കാൻ എളുപ്പമാണ് കേസ്. ചുമ്മാ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ തല പൊട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ സ്കാറൊക്കെ ഉള്ളവന്മാരുടെ അടുത്തൊന്നും പറഞ്ഞ് നിന്നേക്കരുത് കേസ്. ചുമ്മാ കടിച്ചാൽ ചിലപ്പോൾ ഹെഡ് കയറി ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്നാളും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പൊക്കത്തേക്ക് പോകണം, സ്റ്റോൺ കയറിയിട്ട് അടിക്കാമെന്ന് വെച്ച് കേസ്. അപ്പം എന്നാലും നമുക്ക് കുറച്ച് ഷീൽഡ് പോയിൻ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പിന്നെ വിഷയമില്ല, നേരെ റഷ് ചെയ്ത് കളിക്കാൻ മതി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഇവിടെ വന്നപ്പോൾ കേസ് ഇവിടെ ആയിട്ട് എനിമീനൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ 6 കില്ല് ഇപ്പം തന്നെ ആയിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ളവന്മാരും കൂടി കൊന്നു കഴിഞ്ഞാൽ ബൂയി അടിക്കാൻ പറ്റും. 13 അലവ് കൂടി ഉള്ളൂ. അപ്പോൾ കേസ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയും ബൂയി അടിക്കാൻ പറ്റും. അപ്പോൾ കേസ് ഇവിടെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് നേരെ നോക്കി സ്കാൻ ചെയ്തപ്പോൾ എനിമിയൊന്നുമില്ല കേസ്. അപ്പം എന്നാലും നമുക്ക് കറങ്ങി നടക്കാം ഇതിലേക്ക്. അപ്പോൾ എനിമീനെ വല്ലതും കാണുവാണെങ്കിൽ പോയി അടിച്ചാൽ പോരെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇപ്പുറം വന്നിട്ട് ഇവിടെ എനിമിയില്ല. അപ്പോൾ 13 പേര് എവിടെയാണെന്ന് അറിഞ്ഞുകൂടെ കേസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ടൊന്നും എനിക്ക് കാണുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പുറത്തേക്ക് പോകുന്നു കേസ്. അപ്പോൾ അപ്പുറം പോയിക്കൊണ്ടിരുന്ന് നമുക്ക് കേസ് അവിടെ ആരാണ്ട് അടിക്കുന്നു. അപ്പോൾ എന്നാളും അവനെ പോയി നമുക്ക് അടിക്കും കേസ്. എന്നാളും ഇപ്പോഴാണ് ഒരു എനിമിനെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് കേസ് അവനവിടെ കുനിഞ്ഞിരിക്കുന്നു. പാവമുണ്ട് കേസ്. നമ്മൾ നേരെ പുറകിൽ നിന്ന് നെക്കി അങ്ങ് പിടിച്ച് അവനെ കൊന്നിട്ടുണ്ട് കേസ്. അപ്പം എന്നാ ദിമിത്രി ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ദിമിത്രി അങ്ങ് ഫിനിഷ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ആ കില്ല് പൊങ്ങിയിട്ട് എന്നെ അടിച്ചാലോ. കേസ് ദിമിത്രിനെ അങ്ങ് കൊന്ന് നമ്മൾ കില്ലങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എന്താണെന്ന് നമുക്ക് 7 കില്ലായിട്ടുണ്ട് കേസ്. അപ്പോൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ആക്കുമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കില്ലൊക്കെ എടുത്തിട്ടുണ്ട്. ബൂയി അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേസ്. നമുക്ക് നോക്കി നോക്കാം, ബൂയി അടിക്കാൻ പറ്റുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കേസ് 7 കില്ലുണ്ട്, 11 അലവും ഉണ്ട് കേസ്. അപ്പോൾ എന്നാലും കുറച്ചുകൂടി കില്ലെടുക്കാൻ പറ്റും നോക്കാം കേസ്. അപ്പം ചലഞ്ച് എന്നാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ കേസ് എന്നാലും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസ് കുഴപ്പമില്ല. അപ്പോൾ കേസ് ദൈവം സോണി കയറാൻ വേണ്ടി വണ്ടി ആയിട്ട് പോകണം. അപ്പോൾ അവനെ നേരെ നെക്കി പിടിച്ച് കുറച്ച് ഡാമേജ് എടുത്ത് അവൻ്റെ വണ്ടി പിടിക്കാൻ നടന്നില്ല കേസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വന്നിട്ട് കേസ് നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് പോകാമെന്ന് കേസ്. ജസ്റ്റ് ഒന്ന് കണ്ണ് സ്വിച്ച് ആയിരുന്നു, അതുപോലെ നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും ചലഞ്ച് കംപ്ലീറ്റ് ആയെന്ന് നിങ്ങൾ കമൻറ്റ് കേസ്. അപ്പോൾ നമ്മൾ എന്നാലും ഇത് എന്നാലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേസ് ഡബിൾ ഗണ്ണ് പോട്ടെ കേസ്. നമ്മൾ സിംഗിൾ ഗണ്ണ് ഫസ്റ്റ് കിട്ടണ ഒറ്റ ഗണ്ണ് വെച്ച് കളിച്ചിട്ടുണ്ട് കേസ്. അപ്പം ഒറ്റ ഗണ്ണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഒറ്റ ഗണ്ണ് വെച്ച് കളിച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക കേസ് ചലഞ്ച് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ കേസ് എന്നാളും നോക്കാൻ കേസ് ദൈവം തന്നെ ഓടിപ്പോണ്. അപ്പോൾ അവനെ എന്നാലും അടിച്ചിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നേരെ വണ്ടി ഇടിച്ച് നമുക്ക് ഏറ്റി കൊല്ലാന്ന് വെച്ച് കേസ്. അപ്പോൾ കേസ് വണ്ടിയിൽ നിന്ന് നമ്മൾ ചാടി വന്നിട്ട് ഇവിടെ ഇറങ്ങിയപ്പോൾ കേസ് നമ്മളതേ വണ്ടി തള്ളിക്കൊണ്ട് പോകുന്നു. കേസ് മറ്റവനെ ആരാണ്ട് കൊന്നു കേസ്. എന്നാളും കൊള്ളാം. അപ്പോൾ അവനെ കൊല്ലാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ്. മറ്റവനാണെങ്കിൽ അവിടെ നിന്ന് ചാടി വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അണ്ടൊക്കെയുണ്ട് കേസ്. അപ്പം അവൻ ചാടുവാണെങ്കിൽ അവനെ അടിക്കാൻ സിമ്പിളായിരുന്നു. അപ്പോൾ കേസ് അവനാണ് സ്കേറ്റ് ബോർഡ് ഇട്ട് ചാടി കേസ്. നമുക്ക് കുറച്ച് ഡാമേജ് തന്നു. നമ്മൾ ചാടി ചെന്നിട്ട് നേരെ നെക്കി പിടിച്ച് കൊല്ലാൻ നോക്കി കേസ്. ദേ വൂക്കോങ് കിട്ടേക്കണം. അപ്പോൾ അവനെ നേരെ വൂക്കോങ് നശിപ്പിച്ച് നേരെ ഇവിടുന്ന് നമ്മൾ ചത്തിട്ടുണ്ട് കേസ്. എന്ത് അവസ്ഥയൊക്കെയാണ്. അപ്പോൾ കേസ് ചലഞ്ച് എന്നാലും കംപ്ലീറ്റ് ആയെന്ന് നിങ്ങൾ പറയുക കേസ്. അപ്പോൾ നമ്മൾ ഹീറോയ്ക്ക് 2 സ്റ്റാർ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്നാലും പ്ലസ് നോക്കുവാണെങ്കിൽ ഒരു 59 പ്ലസ് കിട്ടിയിട്ടുണ്ട് കേസ്. അപ്പം വെറൈറ്റി ചലഞ്ചൊക്കെ ഉണ്ട് കേസ്. കമൻറ്റ് കേസ്. അപ്പോൾ അടുത്ത് പഠിക്കണം കേസ്. ടാറ്റ ബൈ ബൈ.